ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബീഫ് കുക്കർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യോട് കൂടിയ ബീഫ് എടുക്കുക കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അധികം നെയ്യും എണ്ണയൊന്നും ബിരിയാണിയിലോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ വലിയ പീസായിട്ടാണ് ബീഫ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 തക്കാളി, മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതും ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ 5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്. അപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കാം കേട്ടോ. പിന്നെ മല്ലിയിലയും പുതിനയിലയും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മല്ലിനെയും പുതിനയും അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കറിവേപ്പിലൻ്റെ തണ്ട് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പോൾ ബീഫ് നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അധികം ഓയിലൊന്നും ചേർക്കാത്തൊരു ബിരിയാണിയാണ് ഇത്. അപ്പോൾ ഇതിവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടൊരു 4 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ചെറിയ പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതൊന്ന് വറുത്തെടുക്കണം, നല്ല ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ ഒരു പിടി അണ്ടിപ്പരിപ്പ്, ഒരു പിടി മുന്തിരിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്ത എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ദമ്മ് ചെയ്യുമ്പോൾ നമുക്ക് റൈസിലോട്ട് ചേർക്കാം കേട്ടോ. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കുക്കറിൽ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീഫ് ഇപ്പോൾ ഇവിടെ ഒരു 1/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ റൈസിൽ ഇട്ടതൊന്നും കൂടി ഒന്ന് വേവിക്കേണ്ടതാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ബീഫ് മാത്രം ഞാനൊരു 10 ലിറ്ററിൻ്റെ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബീഫ് വേവിച്ച വെള്ളം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് 3 കപ്പ് ബീഫ് വേവിച്ച വെള്ളം ഉണ്ട്. അപ്പോൾ 250 ml കപ്പിന് 3 കപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് അളന്ന് നോക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കി വെള്ളം ചേർത്താൽ മതി നമ്മൾ. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കണം. അപ്പോൾ 3 കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കുകയാണ്. അപ്പോൾ മൊത്തം 6 കപ്പ് വെള്ളം. ബീഫ് വേവിച്ച വെള്ളം അപ്പോൾ നമ്മൾ ചേർത്ത വെള്ളം 6 കപ്പ് വെള്ളം ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 4 കപ്പ് റൈസാണ് ചേർക്കുന്നത്. ജീരകശാല റൈസാണ് കേട്ടോ, കൈമയുടെ ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിൽ കുതിർത്തൊന്നും വേണ്ട, ഇത് നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തതാണ്. അപ്പോൾ ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി അരി എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കൈമ ജീരകശാല റൈസ് എടുത്തുവെന്നേ ഉള്ളൂ. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ റൈസിലോട്ട് കൂടിയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ബീഫിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചോറ് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. സവാള അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം കേട്ടോ ഈ റൈസിലോട്ട്. അപ്പം ഇത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കൊടുത്താൽ മതി. അപ്പോഴേക്കും റൈസ് നന്നായി കുക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ആവിയെല്ലാം പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. റൈസൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. റൈസൊക്കെ വിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മൾ നാരങ്ങ നീരും നെയ്യൊക്കെ ചേർത്തത് കാരണം
ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇനി റൈസ് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നെയ്യൊക്കെ കൂടുതൽ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാനിതിലധികം നെയ്യും ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 5 ലിറ്ററിൻ്റെ കുക്കറിൽ വേണമെങ്കിലും ഈ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ 10 ലിറ്ററിൻ്റെ എടുത്തുന്നേ ഉള്ളൂ. ഇനി ബീഫ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ബീഫ് ഇരിക്കുന്നത്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എന്നാൽ വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ ബീഫിൻ്റെ മുകളിലേക്കും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിത് ദം ചെയ്യുന്നൊന്നുമില്ലല്ലോ, കുക്കറിലാണ് ഇപ്പോൾ നമ്മളിത് വേവിച്ചെടുത്തത്. അതുകൊണ്ട് സെപ്പറേറ്റ് ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം റൈസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കർ ബീഫ് ബിരിയാണിയാണ് ഞാനിന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതിലധികം നെയ്യോ ഓയിലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിലും നെയ്യൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്